മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാനുള്ളൊരു ഭാഗമാണ് പറയുന്നത്. അങ്ങനെ അലീന നമ്മുടെ കുളത്തൂപ്പുഴയിൽ സ്റ്റാലിൻ്റെ വീട്ടിൽ താമസമാക്കിയതിന് ശേഷമാണ് അലീന സ്വന്തം ചേച്ചി എന്നുള്ള കാര്യം ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുന്നത്. രോഹിത് ആണെങ്കിൽ അതിനുശേഷം അലീനനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ഒരാഗ്രഹം, ഭയങ്കര സങ്കടവും, അലീന നോക്കിയിട്ടുള്ള കാര്യങ്ങളും, അലീന തൻ്റെ ജീവൻ രക്ഷിച്ചതും അലീനനെ ഉപദ്രവിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് രോഹിത്തിൻ്റെ സമനില തെറ്റണത് പോലെയാവും. അങ്ങനെ ബാലചന്ദ്രൻ്റെ കാല് പിടിക്കുന്നു നമ്മുടെ രോഹിത്ത്. എനിക്ക് എങ്ങനെയെങ്കിലും അലീന ചേച്ചിനെ ഒന്ന് കാണണം എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്തിനെ അലീനയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വിടും. ഒരു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അലീനയുടെ ആഗ്രഹത്തിന് ബാലചന്ദ്രൻ വഴങ്ങും. അങ്ങനെയാണ് ബാലചന്ദ്രൻ രോഹിത്തിനെ അവിടെ ആക്കിയിട്ട് പോണത്. അലീന എന്നെ കാണാൻ രോഹിത് അവിടെ ചെന്നത് സ്റ്റാലിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റാലി രോഹിത്തിനോട് ചോദിക്കും, നീയല്ലേ ആ പീഡന കേസിലെ പ്രതി എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖം വല്ലാതെ വാടുന്നുണ്ടായിരുന്നു. അതിലേറെ ദേഷ്യം അലീനയ്ക്കും തോന്നി. പപ്പ കുറച്ചും കൂടെ മാന്യമായി സംസാരിക്കണം, അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് തെളിഞ്ഞതാണല്ലോ, അതുകൊണ്ടാണല്ലോ അവന് ശിക്ഷയൊന്നും ഇല്ലാണ്ട് അവൻ രക്ഷപ്പെട്ടതെന്ന് പറയും. അതിനുശേഷം രോഹിത്തിനെ അലീന കൊണ്ടുപോയി ചായയും ജ്യൂസൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് മുറി കാണിച്ചു കൊടുത്ത് രോഹിത്ത് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം പിന്നീട് അലീന സ്റ്റാലിൻ്റെ മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് ദേഷ്യപ്പെടും, കുറച്ചും കൂടെ മാന്യമായി സംസാരിക്കണം, അതെൻ്റെ സഹോദരനാണ്, എന്താ എല്ലാ കാര്യങ്ങളും പപ്പയ്ക്ക് അറിയുന്നതല്ലേ, മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇങ്ങനെയാണ്, എന്നെ നീ മനുഷ്യനാക്കാൻ നോക്കണ്ട, സ്റ്റാൻലി ജോസഫിന് ഒരു മുകളുള്ളൂ, ആരോടായാലും എന്തും വെട്ടി തുറന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ അലീന പെട്ടെന്ന് പിണങ്ങി അലീന പിണങ്ങി പോകുമ്പോൾ സ്റ്റാലിക്ക് വിഷമാവും. എൻ്റെ മോള് ഞാൻ അവനോട് ഇത്തിരി മോശമായി പെരുമാറിയല്ലേ എന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മാറ്റിയെടുക്കാമെന്ന് സ്റ്റാൻലി ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ അലീന അകത്ത് പോയിട്ട് ജോലിക്കാർക്ക് രോഹിത്തിന് കൊടുക്കാനുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഓർഡർ കൊടുക്കണ്. അതിനുശേഷം രോഹിത്തിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കണം. അപ്പോൾ രോഹിത്തിനെ കാണുന്നില്ല റൂമിൽ. അപ്പം ഞാൻ അച്ഛനെ അപമാനിച്ചത് കൊണ്ട് രോഹിത്ത് പോയോ എന്നുള്ളൊരു ആദിയിൽ അലീന എല്ലായിടത്തും ഓടി നടന്നപ്പോൾ ജോലിക്കാരൻ പറയും, പേടിക്കേണ്ട, കേണൽ സാറ് വിളിച്ചിട്ട് വേണം കണ്ടു എന്ന് പറയും. അങ്ങനെ അലീന അവിടെ അപ്പം അച്ഛൻ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ രോഹിത്തും പപ്പയും കൂടെ ക്യാരംസ് കളിക്കുന്നു. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ പപ്പയ്ക്ക് പിണക്കമില്ല രോഹിത്തിനോട്, രോഹിത്ത് ചിരിക്കുന്നുണ്ട്, പപ്പ സംസാരിക്കുന്നുണ്ട്, വലിയപ്പച്ചൻ അത് കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് രോഹിത്ത് തോൽക്കണ്. കാരണം നമ്മുടെ സ്റ്റാൻലി ഈ കളിയിൽ ഭയങ്കര വിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ എടാ മോനെ, നിനക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞ കുട്ടിച്ചായനും ചിരിക്കിന്. എന്തായാലും നീ നല്ല കളിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ രോഹിത്തിനെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇനി രോഹിത് ഭക്ഷണമൊക്കെ കഴിക്കുന്നതും എന്നിട്ട് മുറിയിലേക്ക് പോകും. അപ്പോൾ അലീന പറയും, നിനക്ക് കെടുക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരാം, ഇപ്പോൾ തൽക്കാലം അലീനയുടെ മുറിയിൽ തന്നെ അവനോട് വിശ്രമിക്കാൻ പറയും. അങ്ങനെ അലീന നേരെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലും. സോറി പപ്പ എന്ന് പറയും. എന്തിന്? പപ്പനോട് ഞാൻ കുറച്ച് മോശമായിട്ടാണ് നേരത്തെ സംസാരിച്ചതെന്ന് പറയും. അത് സാരമില്ല എന്ന് പറയും. ഞാൻ അതൊന്നും കാര്യമാക്കണില്ല എന്ന് പറഞ്ഞ് ഗൗരവത്തിൽ തന്നെയാണ്. സ്റ്റാൻലി മുഖത്ത് നോക്കൂല. പപ്പ എന്താ മുഖത്ത് നോക്കാത്തത്? പപ്പ നേരെ വേറെ എവിടേക്കുള്ള നോക്കണത്? അവിടെ ആരിയിരിക്കണേ? പപ്പ എന്തെങ്കിലും പറയാനെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറ, പപ്പ എന്നോട് പിണങ്ങരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. എന്തായാലും എനിക്ക് മുറിയിൽ നിന്ന് എനിക്ക് വാതിലടയ്ക്കണം, എനിക്ക് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അലീന പിണങ്ങി പോകും. അലീന പോയി കഴിയുമ്പോൾ സ്റ്റാലിക്ക് ചെറിയൊരു വിഷമമാവും. എൻ്റെ മോള് എന്നോട് മാപ്പ് പറഞ്ഞു വന്നതല്ലേ, അപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിക്കേണ്ടതായിരുന്നു, എന്നിട്ട് ഞാൻ എന്ത് പണിയാണ് ചെയ്തത്? ഒന്ന് അലിയേണ്ടതല്ലേ? തൻ്റെ ഈ സ്വഭാവം ഇനി എന്ന് മാറ്റാൻ പറ്റും? അവളോട് ഇത്തിരി സ്നേഹത്തോടൊക്കെ പെരുമാറേണ്ടതല്ലേ എന്നൊക്കെ ആലോചിച്ച് സ്റ്റാൻലി മാപ്പ് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അലീനൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ സ്റ്റാൻലി ഞെട്ടിപ്പോകും. അലീന ആ റൂമിൻ്റെ വാതിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നീ പോയിട്ടുണ്ടായില്ലേ എന്ന് ചോദിക്കും. ഇല്ല, പപ്പ എന്നോട് ക്ഷമിക്കാതെ എനിക്ക് പോയി കിടന്ന് ഉറക്കം വരില്ല എന്ന് പറയും. പറയും സാരില്ല, ഞാൻ ക്ഷമിച്ചു, നീ പോയി കിടന്നോ എന്നൊക്കെ പറയും. പപ്പ എന്നോട് പിണങ്ങരുത്, എന്നെ അടിച്ചോ ചീത്ത പറഞ്ഞോ എന്ത് വേണം ചെയ്തോ, പക്ഷെ പിണങ്ങിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാലിനായിട്ട് അലീന ചെറുതായിട്ടൊക്കെ ഒന്ന് മാനസികമായി അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരി മോള് പോയി കിടന്നോന്ന് പറയും. അങ്ങനെ പിന്നെ രോഹിത്തിൻ്റെ മുറിയിലേക്കാണ് അലീന ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ രോഹിത്ത് അലീന ചേച്ചിയോട് പറയും,
ചേച്ചിയുടെ മടിയിൽ എനിക്കൊന്ന് തല വെച്ച് കിടക്കണം എന്ന് പറയും. എന്താടാ അച്ഛൻ നിന്നോട് ഓരോ സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമമായോ, നിനക്ക് സഹിക്കാൻ പറ്റാണ്ടായോ എന്ന് ചോദിക്കും. അത് ചേച്ചി അച്ഛൻ പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചേച്ചീനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നി ചേച്ചി, അതല്ലേ നമ്മുടെ വീട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ വന്നിട്ട് എന്തിനാടാ, നമ്മുടെ അമ്മയ്ക്ക് എന്നെ കണ്ടുവിടല്ലോ, അത് സത്യം അറിയാത്തതുകൊണ്ടല്ലേ ചേച്ചി എന്ന് പറയും. ശരിയായിരിക്കാം, എന്നാലും ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ അമ്മ എന്നെ സ്നേഹിച്ച് വിളിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം രോഹിത് പറയുന്നുണ്ട്, ചേച്ചി ജീവിച്ച അനാഥാലയത്തിലെ കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയും, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയും. അതൊക്കെ ഇനി എന്തിനാ മോനെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയെന്നൊക്കെ പറയണേ, അതൊക്കെ എനിക്കറിയണം, ചേച്ചി പറയുമെന്ന് പറയും. ശരി എന്നാൽ ഞാൻ പറയാം. ഓരോ രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആദ്യം വിചാരിച്ചിരുന്ന സ്വന്തം വീടാണെന്ന്, പിന്നെ ഓർമ്മ വെച്ചപ്പോൾ മനസ്സിലായി സ്വന്തം വീടല്ല, അതൊരു അനാഥാലയമാണ്. ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലയെന്നും, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലയെന്നും, ഉടുക്കാൻ വസ്ത്രമില്ലയെന്നും, ഏതെങ്കിലും ഒരു വീട്ടിൽ എന്നും കല്യാണം, എവിടെയെങ്കിലുമൊക്കെ എന്നും കല്യാണം ഉണ്ടാവണേന്നും, അവിടെയൊക്കെ ഭക്ഷണങ്ങൾ ഒരുപാട് ബാക്കിയാവണേന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കത് കിട്ടുമായിരുന്നു. അങ്ങനെ അലീന കണ്ണീരോടെ പറഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറയും. ചേച്ചി നമുക്കൊരിക്കലും അങ്ങോട്ട് പോകണം, എനിക്ക് ചേച്ചി വളർന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നുമില്ല മോനെ, അതൊക്കെ ഇപ്പോൾ വെറും ഭൂമി മാത്രമായിട്ടുണ്ട്, അവിടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞ് ബ്രിജിത്ത മാമിയുടെ സ്വന്തമായിരുന്നു അത്, ഇപ്പം ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അത് സ്വന്തമായിട്ട് വാങ്ങണം, എന്നിട്ട് അത് അലീന ചേച്ചിക്ക് തരണം, അനാഥാലയത്തിൽ ജീവിച്ചതിനുള്ളൊരു പകരം ഒരു സമ്മാനമായിട്ട് പറഞ്ഞപ്പം എടാ അതിൻ്റെയൊക്കെ ലക്ഷങ്ങൾ വേണം. അതുമാത്രമല്ല ഇപ്പം നിനക്ക് എന്നോടുള്ള സ്നേഹം കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും. എങ്ങനെ മാറുന്നു ചേച്ചി പറയുന്നതെന്ന് ചോദിക്കും. നിനക്കൊരു ഭാര്യയും കുട്ടികളൊക്കെ ആകുമ്പോൾ എൻ്റെ സ്ഥാനം ഒരു മൂലയ്ക്കിലേക്ക് മാറില്ലേ, അതങ്ങനെ തന്നെ വേണം. എന്നാലും ഇല്ല ചേച്ചി എന്ത് പറഞ്ഞാലും എനിക്കിനി ചേച്ചി കഴിഞ്ഞിട്ടുള്ള ആരും എന്ന് പറയണ്. അപ്പോൾ വാതിലിങ്ങനെ മുട്ടണ്, ഔതക്കുട്ടി ചായനാണ്. ഈ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ മോളെ എന്ന് പറയും. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ രേവതിക്കുട്ടിയാണ്. ഓ എന്താ ചേച്ചിക്ക് ഇപ്പോൾ ഭയങ്കര ഗമേണി, ഞാൻ വിളിച്ചാൽ എടുക്കില്ല. എടി 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഞാൻ വിളിച്ചിട്ട് എന്ന് പറയും. അയാണ് ചേച്ചിയുടെ ബന്ധുക്കളെ വീട്ടിലേക്കൊക്കെ പോയില്ലേ, അപ്പോൾ അതിന് മുന്നേ അലീന ഷെറിൻ്റെ വീട്ടിലേക്ക് പോകും, ഷെറീനെ പരിചയപ്പെട്ടതും പിന്നെയാണ് ഷെറീൻ മാമച്ചായൻ്റെയും ഗ്രേസമ്മരെയും മകൻ ജിജോൻ്റെ ഭാര്യയല്ല കാമുകിയായിരുന്നെന്നും അതിലൊരു കുഞ്ഞുള്ള കാര്യമൊക്കെ അറിഞ്ഞതും. അപ്പോൾ ആ ഷെറീനാണ് അലീനയുടെ സ്വന്തം, അതായത് സ്വന്തം അപ്പച്ചൻ്റെ പെങ്ങൾ, അപ്പച്ചൻ്റെ സിസ്റ്ററാണ്. ആ ഷെറീനും ഈ ഷെറീനും ഒന്നെന്ന് അറിഞ്ഞപ്പോൾ അലീന, അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി ഇപ്പം ആ ചേച്ചിക്ക് മനസ്സിലായോ, ഈ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ മാമച്ചായനും ഗ്രേസമ്മയും സ്വന്തക്കാരാണ് എന്ന് പറയും. ഇപ്പോൾ ചേച്ചിക്ക് എന്തോരം ആൾക്കാരായി, അമ്മയുടെ ആൾക്കാർ, അച്ഛൻ്റെ ആൾക്കാർ, അവിടെ ആൾക്കാർ, ഇവിടെ ആൾക്കാർ, ഞാൻ മാത്രം അങ്ങനെയായിരുന്നു പറയും. നിനക്ക് ഒരു ബന്ധുക്കളെ കിട്ടാനൊരു വഴി ഉണ്ടെടി എന്ന് പറയും. അതെന്ത് വഴി, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും നീ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. ചേച്ചിയുടെ കുടുംബത്തിൽ ആരെ ഞാൻ വിവാഹം കഴിക്കാനാണ് നീ, മനുച്ചേട്ടനെയാന്ന് ചോദിക്കും. രേവതിക്കുട്ടി എന്ന് പറയും, കളിക്കല്ലേ എന്ന് പറയും. അല്ലാണ്ട് പിന്നെ ആരെ, വേറെ ഒരാളും കൂടി ഉണ്ട്, നീ ആലോചിച്ച് നോക്ക്, ആരാ, ആ വീരനെയോ, അതെനിക്ക് വേണ്ട, പിന്നെ ബലാത്സംഗ വീരനെ എനിക്ക് വേണ്ടാന്ന് പറയും. രേവതിക്കുട്ടി നീ സൂക്ഷിച്ച് സംസാരിച്ചോ, അതുകൊണ്ട് നിനക്ക് നല്ലതെന്ന് പറയും. അതിനുശേഷം നീ ഒരു കാര്യം ചെയ്യ്, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഫോൺ ഒരാൾക്കൊന്ന് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഫോൺ ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ ഹലോ മരംകൊത്തി എന്ന് വിളിക്കേ, അയ്യോ രോഹിത്തേട്ടനോ അവിടെ എങ്ങനെ വന്ന്, അല്ലെങ്കിൽ ചേച്ചി അങ്ങോട്ട് വന്നോ, ഞാൻ എന്തൊക്കെയാ കേൾക്കണം, ചേട്ടനോ ഒന്ന് ഫോൺ കൊടുത്ത ചേച്ചിയുടെ എന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടി ആകെ നാണം കെടുന്നു. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി രോഹിത്ത് അവിടെ ഉണ്ടായിരുന്നു, രോഹിത്തേട്ടൻ അവിടെ ഉണ്ടായോ, ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ലേ, മോശക്കേടായില്ലേ, ഞാനിനി എങ്ങനെ മുഖത്ത് നോക്കുന്നു പറയും. അതൊന്നും സാരില്ലടി പെണ്ണേന്ന് പറയും, അവൻ എന്നെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുറേ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ വെക്കുന്നത് രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞത് രോഹിത്തിനെ കല്യാണം കഴിച്ചാൽ ബന്ധുവാകും എന്ന് പറയും. അപ്പോൾ വൈജയന്തിമാലനെ ഞാൻ നേരിടേണ്ടി വരില്ലേ, എനിക്ക് പറ്റില്ല തള്ളനായിട്ട് യുദ്ധം വെട്ടാനൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശയൊക്കെ പറയുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇനി. അതിനുശേഷം പിന്നീട് രോഹിത്ത് മടങ്ങിപ്പോണേക്കാൾ മുന്നേ ചെയ്ത തെറ്റിനും അതുപോലെ തന്നെ എല്ലാത്തിനും രോഹിത്ത് അലീനോട് മാപ്പ് പറയുന്നത്, കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പോകുന്നത്. ഒരുപാട് വിഷമമുണ്ട്, പോകാൻ താല്പര്യമില്ല ചേച്ചി, എങ്ങനെയെങ്കിലും ചേച്ചി നമ്മളെ വീട്ടിലേക്ക് വരണം എന്ന് പറയും. അപ്പോൾ രോഹിത്തിന് ഒരുപാട് ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട് നമ്മുടെ അലീന. അച്ഛനെ ശ്രദ്ധിക്കണം, അച്ഛൻ്റെ മനസ്സിലൊരു കനലുണ്ട്, അത് നീ കെടുത്താൻ നോക്കണം, അത് ആളി കത്തിക്കരുത്, അമ്മയുടെ ഭാഗത്തൊട്ടും ന്യായമില്ല ചേച്ചി എന്ന് പറയും. അറിയാം, പക്ഷേ എന്നാലും നീ ക്ഷമിക്കണം മോനെ, അതാണ് ചേച്ചിക്ക് പറയാനുള്ളത്. പിന്നെ അനിയത്തിമാരെ നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനിയൻ്റേതായ ഒരു കുടുംബം നോക്കേണ്ട എല്ലാ കാര്യങ്ങളും രോഹിത്തിൻ്റെ തലയിൽ വീണ്ടും ഏൽപ്പിക്കുന്ന അലീന അമ്മനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഹിത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന്
സപ്പോർട്ട് ചെയ്യണേ.